പ്രമേയ രോഗിയുടെ മനസ്സിൽ എപ്പോഴും കൺഫ്യൂഷനാണ്. എപ്പോൾ കഴിക്കണം, എത്ര പ്രാവശ്യം കഴിക്കണം, ക്വാണ്ടിറ്റി എക്സെട്ര. ഈ ഒരു ഇതിൽ എന്താണ് ഒരു പ്രമേയ രോഗിക്ക് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? എനിക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല മെസ്സേജ് എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ഹെവി മീൽസ് 3 times കഴിക്കാൻ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. അതായത് സ്മോൾ മീൽസ് കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റിന് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ആ മിഡ് ടൈം സ്നാക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേസസ് കണ്ടേക്കണേ എന്താ വെച്ചാൽ ഇവരിങ്ങനെ ഫുഡ് കഴിക്കില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലഞ്ച് ഡിലേ ആവും. അപ്പോൾ എന്തായാലും ഷുഗർ ഡൗൺ ആയി പോകണം. ഹൈപ്പോഗ്ലൈസീമിയ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് എന്തായാലും ഒരു പാക്ക് ചെയ്തൊരു സ്നാക്ക് കൊണ്ടുപോകണമെന്നാണ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ലഞ്ച് ലൈറ്റായിട്ട് കഴിക്കാനും പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിന്നർ എപ്പോഴും ഏർലി ആക്കാം. ഒരു സൺസെറ്റ് കഴിഞ്ഞൊരു 1 hour ഡിന്നർ കഴിക്കാം. പിന്നെ ഇൻസുലിനൊക്കെ എടുക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്കൊരു ലേറ്റ് നൈറ്റ് സ്നാക്കും അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർ രാത്രി എന്തെങ്കിലും കഴിച്ചിട്ട് മാത്രമാണ് എസ്പെഷ്യലി ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസ് കിടക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ഇൻ ബിറ്റ്വീൻ സ്നാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഡയബറ്റിക് പേഷ്യൻസ്.